അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ക്ലാസ്സിൽ എത്തിയിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ കയറിയിട്ടുള്ളോ അല്ല പുറത്തെത്തിയിട്ടുള്ളോ കയറണുള്ളോ ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പോയപ്പോൾ മാം വേഗം താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ ഫീസ് അടയ്ക്കാനുള്ള സ്ലിപ്പ് വാങ്ങാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനും മായും പാടെ പുറത്ത് കടയിൽ പോയിട്ട് പ്രിൻ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ പ്രിൻ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പ്രിൻ്റൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. സ്റ്റെയർകേസ് കയറി ഞങ്ങൾക്ക് മതിയായി, കാലൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോൾ അതാണ് ഞാനും മായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ അങ്ങനെ എത്തി നമ്മൾ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇപ്പം അൻസൊക്കെ ഉണ്ട്. അൻസ് കണ്ണൂരിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ റിത ഇങ്ങായിട്ട് കളിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫഹ്മി മൂസിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ക്രിസ്മസിന് ഫ്രണ്ട്സിന് എടുത്തപ്പോൾ ഫഹ്മി വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്ര ദിവസം. അപ്പം അങ്ങനെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ക്ലാസ്സിൽ ആരും കാണാണ്ട് മുറുക്കൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഗായ്സ്. ഇവിടെ ചർച്ചയാണ് ഗായ്സ്. ഓയ് റിത എന്താ, റിത വീഡിയോയിൽ എന്താ ഫുഡ് അടിച്ചിട്ട് വരട്ടെ. ഫുഡല്ല കാളൻ. ആ അത് ഫുഡിൽ പെട്ടതല്ലേ. ഞാനും റിത കാളാൻ കട തുറന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ വെച്ച് ചപ്പം തരും. ഓക്കെ ആണല്ലയോ? അങ്ങനെ റിത കരയിപ്പിച്ച് വിട്ടിരിക്കുന്നു. ഇമോഷണൽ ഡാമേജ്. ഗായ്സ്, ഇത് ഞങ്ങളുടെ ഇപ്പത്തെ താലിയാണ്. മായ നമ്മുടെ താലി കാണിച്ചു കൊടുത്ത്. ഞങ്ങളുടെ താലി രണ്ടേന്റെ കല്യാണം കഴിഞ്ഞ. അപ്പൊ നമുക്കൊരു വീഡിയോ എടുക്കാം. താലി അയച്ചേക്കണതോ ഒരു വർഷം വരെ ഇട്ട് തന്ന ഈ താലി ഞങ്ങൾ കഴിക്കേണ്ട അവസ്ഥയാണ് ഗായ്സ്. അതെ, ഇതിവള് തിന്നുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിനു ഇതാണ് ഗൈസ്. അടുത്ത ഗൈസ്. ഹലോ പോടിയിടുന്നു ഗായ്സ്. അപ്പൊ നമ്മള് എന്താണ് കഴിക്കുന്നത്? കാളം കഴിക്കാൻ മൂസി ഒരു ബെറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവൾ തോറ്റ്, ഞങ്ങൾ ജയിച്ചു. അവൾ പെയിന്റ് ചെയ്യുന്നത് തെറ്റിയാല് അവളൊന്നും വാങ്ങിത്തരില്ല, ശരിയായി ഞങ്ങൾക്ക് വാങ്ങിത്തരുന്ന പറഞ്ഞത്. അപ്പൊ ഗായ്സ്, നമുക്ക് നമ്മുടെ മൂസി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി. ഇപ്പോൾ ദാ റിത കൊണ്ടുവന്ന് ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി എല്ലാവരും അടിയാണ്. നമ്മുടെ മൂസി കാളം കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കഴിച്ചു കൊടുക്കുമ്പോൾ ഫഹ്മിക്ക് നിറയെ വേണമെന്നുണ്ട്. ഒരേ അടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കയറി വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഫഹ്മി ഏതാണെങ്കിൽ തരുന്നും പോലുമില്ല. എനിക്ക് വേണം നിനക്ക് വേണം പറഞ്ഞിട്ട് ഒരേ മത്സരമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ന്യൂ ഇയർ കേക്ക് മുറിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് 3-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ വേറെ ഒന്നല്ല, ഞങ്ങൾക്ക് ഇത്ര ദിവസം ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കേക്ക് മുറിക്കാമെന്ന് തീരുമാനിച്ചത്. മുറിക്കലാണ് മത്സരം. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് വീഡിയോ ബാക്കി ചെയ്യാം. വീഡിയോ എടുത്തത് ഓണാക്കിയിട്ടില്ല. 300 രൂപയ്ക്ക് പിന്നെ എന്താണ് ആയിട്ടില്ല, പക്ഷെ ആവണുള്ളൂ. ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ അവളെ കളർത്തണ കേക്ക്. ചോക്ലേറ്റ് വെച്ച് വന്നോട്ടെ. എന്നാ നിന്നെ ഇവിടെ തന്നെ ഇപ്പൊ നമുക്ക് കേക്ക് കിട്ടിയില്ലേ? കിട്ടി. നമ്മുടെ കേക്ക് ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കോളൂ അല്ലേ? നിങ്ങൾക്ക് എത്രാം തീയതിയാണ്? 4-ാം തീയതിയാ? 3-ാം തീയതി ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ.
കേക്കുമുറിക്കൽ അപാരത നമുക്ക് കേക്കൊക്കെ ചെറുതായി കിട്ടിയത് ഫഹ്മിന്റെ മൂഞ്ചി നോക്ക് എരുമനെ പോലെ മായന്റെ കയ്യില് നോക്ക് എന്താണ് ബോംബാ എന്താ അത് മുറിവേ കണ്ടു വെള്ള കൈകാണെ വരുന്നു പുള്ളി മായനി എനിക്ക് കിട്ടിയത് നമ്മുടെ ഫഹ്മിന്റെ ഇരുത്തം കണ്ട. അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ എന്ത് പറയണം, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ബൈ ബൈ സീ യു. അപ്പോൾ അടുത്ത പുതിയ വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ.